ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 139 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 139. ഏതൊരു വ്യക്തിയെയും കർത്താവ് ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതുകയാണ്, സങ്കീർത്തനക്കാരനാകുന്ന ദാവീദിനെ ദൈവം ശോധന ചെയ്ത എങ്ങനെയൊക്കെയായിരുന്നു എന്ന് സങ്കീർത്തനം 139 1 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. യഹോവയെ അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ശോധന ചെയ്ത് അറിയുന്ന ദൈവം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, ദാവീദിനെ ശോധന ചെയ്ത ദൈവം നമ്മെയും ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ശോധന ചെയ്ത് നമ്മളെ അകവും നമ്മുടെ പുറവും ഒരുപോലെ അറിയുന്ന ദൈവം. മനുഷ്യന് നമ്മളെ പുറം മാത്രമേ അറിയാൻ പറ്റൂ, എന്നാൽ ദൈവം നമ്മുടെ അകം, മനുഷ്യരുടെ അകം അറിയും. എന്തെങ്കിലും ഒരു കപടം കാണിച്ച ദൈവത്തിന് അറിയാം. സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുന്നു, യഹോവയെ അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. തീർന്നില്ല, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, പലരും പറയാറുണ്ട്, എന്നെ ആരും കാണുന്നില്ല, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ തകർന്നു. പ്രിയ പൈതലെ, നിരാശപ്പെടണ്ട. നീ ദൈവമകനാണെങ്കിൽ, ദൈവമകളാണെങ്കിൽ, നീ ഇരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഇത്രമാത്രം ദൈവം സ്നേഹിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സ്നേഹിതർക്കോ നമ്മുടെ സഹോദരങ്ങളോ പോലും നമ്മൾ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അറിയുന്നുണ്ടോ? ഇല്ല. അവരുടെ അടുക്കൽ ഇരിക്കുമ്പോൾ പോലും അവരെപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ദൈവം ഇരിക്കുന്നത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, എഴുന്നേൽക്കുന്നത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അങ്ങ് അറിയുന്നു. ദൈവമേ, അപ്പ അങ്ങ് അറിയുന്നു. അത്രമാത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം. ഇനി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, നിന്നെ ശ്രദ്ധിക്കുന്ന, നിന്നെ ഗൗനിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ നിരൂപണം അങ്ങ് ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നിരൂപണം, സ്തോത്രം, വേറെ ആർക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ദൈവം പറഞ്ഞു കൊടുത്താൽ പറയാൻ പറ്റും നിരൂപണം. സ്തോത്രം. മറ്റൊരു മെഷീൻ വെച്ച് നിരൂപണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ നിരൂപണം ദൂരത്തു നിന്ന് കാണുന്നൊരു ദൈവം. അതിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ നിരൂപണം അങ്ങ് ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ആമേൻ. എൻ്റെ നിങ്ങളുടെ നിരൂപണം ദൂരത്തു നിന്ന് ഒരു ഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. നമ്മുടെ നിരൂപണം ഗ്രഹിക്കുന്ന ദൈവം. വീണ്ടും ബാക്കി വായിക്കുമ്പോൾ അതിനകത്ത് തീർന്നില്ല, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് ശോധന ചെയ്യുന്നു. നമ്മുടെ നടപ്പ് ശോധന ചെയ്ത ദൈവം, നമ്മുടെ കിടപ്പ് ശോധന ചെയ്ത ദൈവം. നമ്മുടെ നടപ്പ് വിശുദ്ധമാണോ, നമ്മുടെ കിടപ്പ് വിശുദ്ധമാണോ ഒന്ന് ചിന്തിച്ചു നോക്കണം. നടപ്പ് ശോധന ചെയ്ത ദൈവം, കിടപ്പ് ശോധന ചെയ്ത ദൈവം. സ്വതന്ത്ര സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തൻ്റെ നടപ്പിനെ ദൈവം ശോധന ചെയ്തു, തൻ്റെ കിടപ്പിനെ ശോധന ചെയ്തു. വീണ്ടും ബാക്കി വായിക്കുമ്പോൾ എൻ്റെ വഴികളൊക്കെയും അങ്ങേക്ക് മനസ്സിലായിരിക്കുന്നു. കണ്ടോ, കർത്താവിനെ, നമ്മുടെ വഴികൾ മുഴുവൻ കർത്താവിനെ അറിയാം. കർത്താവിനെ അറിഞ്ഞൂടാത്ത ഒരു വഴിയുമില്ല. കർത്താവിന് നമ്മുടെ വഴികളെല്ലാം അറിയാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, സ്തോത്രം, നിങ്ങളത് ഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ പോകുന്ന വഴി, നമ്മൾ വരുന്ന വഴി, നമ്മൾ എങ്ങനെയൊക്കെയാണ് എല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നു, സങ്കീർത്തനം 139 അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു, എൻ്റെ വഴികളൊക്കെയും അങ്ങേക്ക് മനസ്സിലായിരിക്കുന്നു. എവിടെയൊക്കെ പോകുന്നില്ല എൻ്റെ ദൈവം മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്ത്, യഹോവയെ അങ്ങ് മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അപ്പച്ചൻ അറിയാത്ത ഒരു വാക്ക് എനിക്കില്ല, അപ്പന് ഹിതമല്ലാത്തൊരു വാക്ക് എനിക്കില്ല, അപ്പന് ഇഷ്ടമല്ലാത്തൊരു വാക്ക്, അപ്പനറിയാത്തൊരു വാക്ക്. എന്ത് പറഞ്ഞാലും യേശു കാണുന്നു, കേൾക്കുന്നു. എന്ത് പറഞ്ഞാലും യേശുവിനറിയാം. അകത്ത് ഞാൻ പറഞ്ഞാലും എനിക്ക് യേശുവിനറിയാം, പുറത്ത് ഞാൻ പറഞ്ഞാലും യേശുവിനറിയാം, മറ്റൊരാൾ കേട്ടില്ലെങ്കിലും യേശുവിനറിയാം, ഞാൻ ചിന്തിച്ചാലും യേശുവിനറിയാം, ഞാൻ പറയണ്ട ചിന്തിച്ചാലും യേശുവിനറിയാം. അങ്ങനെ കർത്താവേ, സ്തോത്രം, ആ ഒരു വചനം ഞാൻ ചിന്തിക്കുവാനും ശോധന ചെയ്യുവാനും ദൈവത്തെ ഭയപ്പെടുവാനും എൻ്റെ വഴികളിലെല്ലാം കർത്താവിനെ ധ്യാനിക്കുവാനും കൃപ തരണമെന്ന് ആരൊക്കെ പ്രാർത്ഥിക്കും? സ്തോത്രം. യഹോവേ, അങ്ങ് മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, മുഴുവനും അറിയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. ദൈവം മുഴുവനും അറിയുന്നു, വാക്കുകളെ മുഴുവനും അറിയുന്നുവെന്ന്. സ്തോത്രം. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. കർത്താവിനോട് ദാവീദ് പറയുകയാണ്, കർത്താവേ, അങ്ങ് എൻ്റെ മുൻപും പിൻപും, ചില സന്ദർഭങ്ങളിൽ മുൻപും പിൻപും ഒക്കെ ദൈവം അടയ്ക്കും. ചില സാഹചര്യങ്ങൾ നമ്മൾ ഇരുത്തും പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്തും. സ്തോത്രം. മുൻപടയ്ക്കും, പിൻപടയ്ക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല,
പറ്റത്തില്ല, പിൻപോട്ട് പോകാൻ പറ്റത്തില്ല. ചില സന്ദർഭങ്ങൾ ഉണ്ടാകും സ്നേഹിതരെ. എല്ലാവരുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങൾ മുൻപും പിൻപും ദൈവം അടയ്ക്കും. സ്തോത്രം. അടച്ച് നമ്മളവിടെ തിരിത്തിരിക്കും. ദൈവത്തിന്റെ പാദപ്പെടുത്തി വീണ് കിടക്കുമ്പോൾ ദൈവം വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. അടുത്ത വാക്യം പറയുന്നത്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ചിലപ്പോൾ മുൻപും അടയ്ക്കും, പിൻപും അടച്ചുകളെ. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ദൈവം അറിഞ്ഞിട്ട് നമ്മളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, സ്തോത്രം. ശത്രുവിൻ്റെ ആരവം കാണുമ്പോൾ ഒരുപക്ഷെ മുൻപും പിൻപും എൻ്റെ ദൈവം അടയ്ക്കും. ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഇരുത്തി സംസാരിക്കുക, മുൻപും പിൻപും എൻ്റെ ദൈവം അടയ്ക്കും. എൻ്റെ ദൈവം അടച്ചാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ബാക്കി ദൈവം ചെയ്തോളും. ദൈവത്തിൻ്റെ സ്തോത്രം. ദോഷമായിട്ടൊന്നും ചെയ്ത ദൈവമല്ല നമ്മുടെ ദൈവം, എല്ലാം നന്മയ്ക്കായി ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഈ സ്തോത്രം നിന്റെ ആത്മാവിനെ ഒളിച്ച് അതിൻ്റെ തൊട്ട് വാഴാൻ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. കണ്ടോ, സങ്കീർത്തനക്കാരൻ പറയും, ഇത്രയും പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അവിടുത്തെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കണ്ടോ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സ്വത്രം. അവിടുത്തെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഒരിടത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല സ്നേഹിതരെ. മനുഷ്യനെ പക്ഷേ ഒളിച്ചു പോകാം, നാട്ടുകാരെ ഒളിച്ചു പോകാം, വീട്ടുകാരെ ഒളിച്ചു പോകാം, സ്തോത്രം, സകലെ ഒളിച്ചു പോകാം. പക്ഷേ ദൈവത്തെ ഒളിച്ചു പോകാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ദൈവത്തിന് എല്ലായിടം കാണാൻ പറ്റും. നമ്മൾ എവിടെ പോയാൽ ദൈവത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കും, ദൈവം കാണും. സ്വത്രം. മുഴു ലോകം ഒരുപോലെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്വർഗത്തിലെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് ആത്മാവിനെ ഒളിച്ച് എവിടേക്ക് പോകും? സ്വത്രം. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഓടാൻ പറ്റത്തില്ല. അടുത്ത വരി 8-ാം വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക് വിളിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. കേട്ടോ, സ്വർഗത്തിലുണ്ട്. എവിടെ പോയാലും, ഏത് സ്ഥലത്ത് പോയാലുണ്ട്. ഞാൻ ഉഷസിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും അവിടുത്തെ കൈ എന്നെ നടത്തും, അവിടുത്തെ വലം കൈ എന്നെ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, അവിടെ എല്ലാം പിടിക്കുന്ന കരമുണ്ട്. ഇനി ശബ്ദം കേൾക്കുന്ന പൈതലെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും പിടിക്കുന്ന കരമുണ്ട്. 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട കരം, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വീണ കരം, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉടയപ്പെട്ട ദൈവം ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്ന കർത്താവ് പറയുന്നു, മക്കളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശോധന ചെയ്ത് നിന്റെ നടപ്പ് എനിക്കറിയാം, നിന്റെ കിടപ്പ് എനിക്കറിയാം, നിന്റെ യാത്രകളെല്ലാം എനിക്കറിയാം. ഞാൻ അറിയാം, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് വ്യത്യസ്തമായ നിലവാരത്തിൽ ആരും എന്നെ കാണുന്നില്ലല്ലോ, ആരും എന്നെ അറിയുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ തകർന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറയും, ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒന്നിനെ കുറിച്ച് പതറണ്ട, ഞാൻ സൈന്യത്തിന്റെ അധിപതി അത്രേ. സ്തോത്രം. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒന്നിനെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഒന്നിനെ കുറിച്ച് ഇന്ന് തളർന്നു പോകണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇനി ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്റെ കൂടെ കർത്താവുണ്ട്, ഒന്നിനെ കുറിച്ച് പതറണ്ട. ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത പൈതലാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്. ഇന്ന് നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. 2000 വർഷം മുമ്പ് സ്നേഹിത, താങ്കൾക്ക് വേണ്ടി യേശു മരിച്ചു, താങ്കൾക്ക് വേണ്ടി ഇന്നും യേശു ജീവിക്കുന്നു, താങ്കളെ യേശു സ്നേഹിക്കുന്നു. ഏത് വലിയ വിഷയമായിരുന്നാലും ചെറിയ വിഷയമായിരുന്നാലും യേശു കർത്താവ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ വ്യത്യസ്തമായ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ആ വേദന മാറ്റിത്തരും യേശു മതിയാവനാണ്. യേശുവിനെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിക്കാമോ? അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 9-ാം വാക്യം, ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് ആ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, അവിടുത്തെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും അങ്ങേക്ക് ഒരുപോലെ തന്നെ. കണ്ടോ, ഇരുട്ടും വെളിച്ചവും ദൈവത്തിന് പോലെ, ദൈവത്തിന് വേറെ ഒരു വേർതിരിവല്ല. അടുത്ത് വീണ്ടും എഴുതിയിരിക്കുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. കണ്ടോ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമ്മുടെ അന്തരംഗത്തെ നിർമ്മിച്ചത് ആര്? എൻ്റെ കർത്താവത്രേ. അടുത്ത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സഹോദരി, അമ്മ അറിയാതെ എൻ്റെ ദൈവം സ്തോത്രം മെടഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞു. കേട്ടോ, ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, സ്തോത്രം, നമ്മളിതൊന്നും അറിഞ്ഞില്ല, എന്നാൽ നമ്മളെ മെടഞ്ഞൊരു കർത്താവ് നമ്മളെ തള്ളിക്കളയില്ല. നീയല്ലോ എൻ്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു,
അത്ഭുതകരമാകുന്നു. അവിടുത്തെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. പൈതലേ, നീ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ ദൈവം കണ്ടു. സ്തോത്രം. അടുത്തെഴുതിയിരിക്കുന്നു, സ്തോത്രം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി ഇരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെ തുകയും എത്ര വലിയവ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ഇത്രയും അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ പേര് യേശു എന്നത്രേ. യേശു മാത്രം കർത്താവ്. സ്തോത്രം. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലാണ് താങ്കളെങ്കിൽ ഓരോ ഇടങ്ങളിലും ഓരോ ഭാഗത്തും ദൈവം നമ്മളെ നടത്തുവാൻ മതിയാവനാണ്. എന്നാൽ ശബ്ദം കേൾക്കുന്ന പൈതലെ, പാപത്തിന് ജീവിക്കുന്ന പൈതലാണെങ്കിൽ ഇതിനകത്ത് താങ്കൾക്കും ഇത് ബാധകമാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടി, വീണ്ടും ഇതെല്ലാം കണ്ടുമുട്ടി മനുഷ്യരുടെ മുമ്പിൽ ഒരു അഭിനയമുണ്ട്. ക്രിസ്തുവിൻ്റെ മകനാണ്, മകളാണെന്നെങ്കിലും. പക്ഷേ അപ്പുറത്ത് താങ്കളുടെ ജീവിതം പാപമാണെങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവയെ അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇരിക്കുന്ന ജീവിതത്തിൽ എവിടെയൊക്കെ പോകുമ്പോഴും, എന്തൊക്കെ ചെയ്യുമ്പോഴും, എന്തൊക്കെ നിരൂപിക്കുമ്പോഴും പാപമാണ് നിരൂപിക്കുന്നെങ്കിൽ, പാപ വഴികളാണ് സഞ്ചരിക്കുന്നെങ്കിൽ അതും കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ആളാണോ, അതോ ഒരു കപട വേഷം ധരിച്ച് നടക്കുന്ന ആളാണോ, അതോ ഇന്നുവരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ? കണ്ടുമുട്ടാത്ത ആളാണ് താങ്കളെങ്കിൽ താങ്കളെ യേശു സ്നേഹിക്കുന്നു. ആ ഹൃദയത്തിന്റെ കവാടത്തിൽ യേശു മുട്ടുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ ഹൃദയം തുറന്നു കൊടുത്ത് നമുക്ക് പറയാമോ, യേശുവേ, എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ. യേശു പച്ചനെ കണ്ടുമുട്ടി കർത്താവിന്റെ സന്നിധിയിൽ പള്ളി വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സന്നദ്ധ ചെയ്യുന്നുണ്ട്. ഇന്നും പാപം ചെയ്യുന്ന ആളാണോ താങ്കൾ? എന്നാൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എന്നെ മുഴുവനും നോക്കിയാൽ ഞാൻ പാപിയാണപ്പാ. ഇതാ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്നെ രക്തം കൊണ്ട് കഴുകി എൻ്റെ കപട വേഷത്തെ ഉടച്ചു മാറ്റി ക്രിസ്തുവിൽ എനിക്ക് ജീവിക്കണപ്പാ. ക്രിസ്തുവിന്റെ ശബ്ദമായി മാറണം. കർത്താവിനെ എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവിനെ തുടരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൽ നിലനിൽക്കുന്ന, കർത്താവിൽ ഫലം കായ്ക്കുന്ന പൈതലാണോ ഈ ശബ്ദം കേൾക്കുന്നത്? പേടിക്കേണ്ട. എല്ലായിടത്തും താങ്കൾ യേശു കാണുന്നുണ്ട്. എല്ലായിടത്തും താങ്കളുടെ കൂടെയുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും താങ്കൾ അറിയുന്നുണ്ട്. ആ കർത്താവ് ഇന്നും ഇന്നലെയും എന്നേക്കും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആ കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ തന്നെ. ആ കർത്താവ് വാക്ക് മാറാത്തവൻ തന്നെ. അന്ത്യം വരെയും, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്. സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നമ്മളോട് കൂടെ ഇരിക്കുന്നു. കണ്ണിലടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെ ദൈവകരങ്ങളിൽ തരുന്നു. അവരെ മുഴുവനും അറിയുന്ന ദൈവമേ, ക്രിസ്തുവിൽ നിറഞ്ഞ് ഞങ്ങൾ ജീവിച്ച് കർത്താവിന് ഹിതമുള്ളത് പ്രവർത്തിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ സ്വർഗ്ഗം സഹായിക്കണമേ. ഈ ശബ്ദം കേട്ട് പിന്മാറിപ്പോയ മക്കളെ ദൈവം തരുന്നു. അവരുടെ മേൽ ദൈവശക്തി കയറണട്ടപ്പാ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ ദൈവ കൃപ കയറട്ടെ. പിന്മാറ്റങ്ങളെ ചികിത്സിക്കണം. മടങ്ങി വന്ന് ഒരു പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണം. കർത്താവേ, അപ്പാ, ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത ആരെല്ലാം ഇതിനകത്ത് കേൾക്കുന്നു അവരെ കർത്താവ് തുടരണമേ. അങ്ങനെ സമാധാനത്താൽ, അങ്ങനെ സന്തോഷത്താൽ, അങ്ങനെ സ്വസ്ഥതയാൽ അവിടെ നിറയ്ക്കണമേ. ആശ്വാസമുള്ളൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം, സ്വസ്ഥതയുള്ളൊരു ജീവിതം സകല മക്കൾക്കും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ, പ്രതികൂല പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, സ്വർഗ്ഗത്തിലെ സമാധാനത്തിൽ നിറയ്ക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.